മറ്റന്നാളാണ് മകരവിളക്ക്. ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയാണ് 26 പേരുടെ സംഘത്തെ നയിക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 12:50 തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള ചടങ്ങുകൾ തുടങ്ങി. 1 മണിക്ക് വാഹക സംഘം തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി. ശ്രീകൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്നതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കം. രാജപ്രതിനിധിയായി PN നാരായണവർമ്മയാണ് ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. മരുതമനയിൽ ശിവൻകുട്ടിയാണ് ഇത്തവണ മുതൽ തിരുവാഭരണ വാഹക സംഘത്തിന്റെ ഗുരുസ്വാമി. 26 പേരാണ് സംഘത്തിലുള്ളത്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ നീങ്ങുന്ന ഘോഷയാത്ര 14-ന് ശബരിമലയിൽ എത്തിച്ചേരും. മകരവിളക്ക് ദിനമായ അന്ന് വൈകിട്ട് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.